ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കേക്കുകൾ വെച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ വെറൈറ്റി ആയിട്ട് വിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നുണ്ട്. അതിന് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടാൽ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇത് നമുക്ക് തരിച്ച് മാറ്റി വെക്കാം. മുമ്പ് കേക്ക് ഉണ്ടാക്കിയിരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിലെടുക്കുന്നത്. കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം ഇത് 3 വട്ടം തരിച്ച് മാറ്റി വെക്കാം. പിന്നെ ക്ലീൻ ആയിട്ടൊരു ബൗളിലേക്ക്, വെള്ളം നനവൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. റൂം ടെമ്പറേച്ചറിലെ കോഴിമുട്ട എടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോ കളർ ഒഴിച്ചു കൊടുത്താലും മതി. നമുക്കിത് ബീറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഷുഗർ ഇടുന്നത് 3/4 കപ്പ് പൊടിച്ച ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് കുറേശ്ശെ ഇട്ടിട്ട് നല്ല സ്റ്റിഫായിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല സ്റ്റിഫായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് പാല്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതൊന്നുകൊണ്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് നേരത്തെ തരിച്ച് മാറ്റിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഓവർ സ്പീഡിൽ ഒരിക്കലും നമ്മൾ ഫോൾഡ് ചെയ്യരുത്. കുറേശ്ശെ ഇട്ടിട്ട് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. സ്പീഡിൽ ഫോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല ഹാർഡായി പോവും. ഹാർഡാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ഫോൾഡ് ചെയ്തിട്ട് എല്ലാതും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് യോജിപ്പിച്ചെടുക്കാം. ഇനി കേക്ക് ചെയ്യുന്നത് ഞാൻ 1 kgയുടെ ഒരു മോൾഡിലാണ്. അതിൽ ഒഴിച്ചിട്ട് ടാപ്പ് ചെയ്തതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ ബബിളൊക്കെ പൊട്ടി പോകും. ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ ഗ്യാസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. മുമ്പ് ഒരു 10 മിനിറ്റ് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാത്രം നന്നായി ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഇറക്കി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലെ സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി നോക്കുക. നല്ല സോഫ്റ്റാണ്, കൈമൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിടാം. ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മോൾഡിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റും. കരിയാതെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളുടെ സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യുന്ന നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ നിന്ന് അരമണിക്കൂർ മുന്നേ പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ആദ്യം ഒരു പകുതി ബീറ്റ് ആവണ വരെ നമുക്കിത് ബീറ്റ് ചെയ്യാം. അതിന് ശേഷം ഐസിങ് ഷുഗറും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് 2 ഡ്രോപ്പ്, പിന്നെ 1/4 ടീസ്പൂണ് വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വനില എസൻസ് ഒക്കെ ഓപ്ഷനിലാണ്.
നന്നായിട്ട് സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യാം. തണുത്തതിന് ശേഷം 3 ലെയറാക്കിയിട്ട് കട്ട് ചെയ്തിരുന്ന് ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. എല്ലാ കേക്കും ഐസിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഐസിങ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. 1/2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബട്ടർ സ്കോച്ച് സോസാണിത്. നല്ല ടേസ്റ്റാണ് ഈ സോസ്. നമ്മൾ എല്ലാ കേക്കിനും നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഫസ്റ്റിൽ മുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പുതുതായിട്ടൊന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ ലെയറും വെച്ചിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കുക. പിന്നെ ലെയറിൻ്റെ ഇടയിൽ ഞാൻ പ്രളൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ വിട്ടുപോയതാണ്. സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ട് അതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റിന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് ബട്ടർ സ്കോച്ച് കേക്ക്. ഇത് കട്ടിയായിട്ടുണ്ടെങ്കിൽ തണുത്തതിന് ശേഷം കട്ടിയാവും. അപ്പം ഒന്നും കൂടി ഒന്നെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്തിട്ട് ഒന്ന് ലൂസ് ചെയ്തെടുത്താൽ മതി. എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കുക. അതിൽ ഫസ്റ്റിൽ ക്രം കോട്ടിങ് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെക്കൻഡ് കോട്ടിങ് ഫുള്ളായിട്ട് കവർ ചെയ്താൽ മതി. അപ്പോൾ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. പാലറ്റ് നൈഫ് കൊണ്ട് ഐസിങ് ചെയ്യാൻ കഴിയണില്ലെങ്കിൽ ഇതുപോലെ ഒരു വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചാൽ മതി. വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പം ഒന്ന് വെള്ളം നനച്ചിട്ട് ചെയ്തെടുത്താൽ നല്ല ക്ലിയറായിട്ടും പെർഫെക്റ്റായിട്ടും നമുക്ക് നമ്മുടെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ തണുത്തതിന് ശേഷം സെക്കൻഡ് കോട്ടിങ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഐസിങ് ചെയ്ത് ഇനി നമുക്ക് നോസിൽ കൊണ്ട് ഡിസൈൻ ചെയ്യാം. ഞാൻ സ്റ്റാറിൻ്റെ നോസിലാണ് ഇട്ടിട്ടുള്ളത്. എൻ്റെ നോസിലിന് നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. ഓവറായിട്ടൊന്നും ഞാൻ ഇതിന് ഡിസൈൻ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് തന്നെയാണ് ഇതുപോലെ വൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലായിടത്തും ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതുകൊണ്ട് വൈപ്പിംഗ് ബാഗ് കൊണ്ട് ചെയ്താൽ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്കിത് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്ത് പ്രളയം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. കടല കൊണ്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ അരിക്ക് ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം.
എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ് ബട്ടർ സ്കോച്ച് കേക്ക്. ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുക, ഒക്കെ ഒന്ന് തുടച്ചിട്ട് നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. പിന്നെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഷുഗർ ബോൾ ഇടുന്നുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ മെഷർമെൻറ്റൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു കേക്ക് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.